നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിലവിൽ കൈവശമുള്ള 2 സീറ്റുകളിൽ നിന്ന് 7 സീറ്റുകൾ വരെയായി കരുത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. LDFിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്ന പ്രാഥമിക കണക്കുകളാണ് UDF ക്യാമ്പുകളിൽ ആവേശം നിറയ്ക്കുന്നത്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ തൃത്താലയും ചിറ്റൂരും ഇത്തവണ തിരിച്ചുപിടിക്കുമെന്നാണ് UDFിന്റെ പ്രധാന അവകാശവാദം. കഴിഞ്ഞ തവണ MP രാജേഷ് പിടിച്ചെടുത്ത തൃത്താല മണ്ഡലം VT ബൽറാം തിരിച്ചുപിടിക്കുമെന്ന് മുന്നണി ഉറച്ചു വിശ്വസിക്കുന്നു. LDFിലെ വിഭാഗീയതയും താഴെത്തട്ടിലെ അസ്വാരസ്യങ്ങളും ബൽറാമിന് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസിനെതിരെ ഭരണമുന്നണിക്കുള്ളിൽ തന്നെയുള്ള എതിർപ്പുകൾ സുമേഷ് അച്യുതന് ഗുണകരമാകുമെന്ന് UDF കണക്കൂട്ടുന്നു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇവിടെ വിജയം ഉറപ്പാണെന്ന് നേതൃത്വം പറയുന്നു. പാലക്കാട് നഗരസഭയുൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം രമേശ് പിഷാരടിയിലൂടെ നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ UDFിന് സംശയമില്ല. അതുപോലെ തന്നെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ N ഷംസുദ്ദീൻ തന്റെ 4ാം വിജയം അനായാസം കൈവരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ 2 മണ്ഡലങ്ങളിലും UDF അടിത്തറ ശക്തമാണെന്ന് ബൂത്തുതല അവലോകനങ്ങൾ വ്യക്തമാക്കുന്നു. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഒറ്റപ്പാലത്ത് ഇത്തവണ അപ്രതീക്ഷിത വിജയം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. CPM വിട്ട് UDFിലെത്തിയ PK ശശിയുടെ സാന്നിധ്യം ഒറ്റപ്പാലത്ത് വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കിയെന്നും ഇത് അട്ടിമറി വിജയത്തിന് വഴിയൊരുക്കുമെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. കോങ്ങാട് മണ്ഡലത്തിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നതെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി ജയിച്ചു കയറുമെന്നാണ് പ്രാഥമിക നിഗമനം. ഭരണവിരുദ്ധ വികാരവും ഭരണമുന്നണിയിലെ ഗ്രൂപ്പ് പോരുകളും ജില്ലയിലുടനീളം UDFിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാലക്കാട് ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് LDF UDF ക്യാമ്പുകളിൽ നിന്ന് പുറത്തുവരുന്നത് പരസ്പര വിരുദ്ധമായ കണക്കുകളാണ്. ജില്ലയിലെ 10 സീറ്റുകൾ നിലനിർത്തുമെന്ന് CPM അവകാശപ്പെടുമ്പോൾ നിലവിലെ 2 സീറ്റുകളിൽ നിന്ന് 7ലേക്ക് ഉയർന്ന് വൻ അട്ടിമറി നടത്തുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. മന്ത്രി MP രാജേഷും VT ബൽറാമും തമ്മിൽ ശക്തമായ പോരാട്ടം നടന്നുവെങ്കിലും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിഗമനം. കഴിഞ്ഞ തവണ രാജേഷ് പിടിച്ചെടുത്ത മണ്ഡലം ഇക്കുറി ബൽറാം തിരിച്ചുപിടിക്കുമെന്ന് UDFും ഉറച്ചു വിശ്വസിക്കുന്നു. പാലക്കാടും മണ്ണാർക്കാടും തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ CPMന് സംശയമുണ്ട്. പാലക്കാട് സീറ്റ് പിടിച്ചെടുക്കാൻ 15,000 വോട്ടുകൾ അധികമായി വേണ്ടിവരുമെന്നും NMR റസാഖ് ഇവിടെ രണ്ടാമതെത്തുമെന്നുമാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ വോട്ട് കച്ചവടം നടന്നതായി CPM ആരോപിക്കുന്നു. കോങ്ങാട് മണ്ഡലത്തിൽ BJP കോൺഗ്രസിനെയും മലമ്പുഴയിൽ കോൺഗ്രസ് BJPയും സഹായിച്ചതായി CPM വിലയിരുത്തുന്നു. എങ്കിലും ഈ 2 മണ്ഡലങ്ങളിലും വിജയം പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഉറപ്പ്. കോങ്ങാട് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറുമെന്ന് UDFും അവകാശപ്പെടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരവും ചിട്ടയായ പ്രവർത്തനവും ജില്ലയിൽ തങ്ങൾക്ക് വലിയ മുന്നേറ്റം നൽകുമെന്നാണ് UDF കണക്കൂട്ടുന്നത്. എന്നാൽ അടിത്തട്ടിലെ പ്രവർത്തനവും സിറ്റിംഗ് സീറ്റുകളിലെ സ്വാധീനവും 10 സീറ്റിലും വിജയം ഉറപ്പാക്കുമെന്നാണ് CPMന്റെ പക്ഷം. മെയ് 4 വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ പാലക്കാടൻ കാറ്റ് ആർക്കൊപ്പം വീശുമെന്നും വ്യക്തമാകും. അതേസമയം ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് അമ്പലപ്പുഴയാണ്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായിരുന്ന ഇവിടെ പാർട്ടിയുടെ കരുത്തനായ നേതാവ് G സുധാകരൻ വിമതനായി കളത്തിലിറങ്ങിയതും UDF അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും തിരഞ്ഞെടുപ്പ് ചിത്രം സങ്കീർണമാക്കിയിരിക്കുകയാണ്. എന്നാൽ മണ്ഡലത്തിലെ LDFിന്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ലെന്നാണ് H സലാം MLA പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവച്ച കണക്കുകൾ ഇങ്ങനെയാണ്. LDF 62,000-ലധികം വോട്ടുകൾ നേടും. BJP വോട്ടുകൾ UDF പക്ഷത്തേക്ക് എത്രത്തോളം അറിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭൂരിപക്ഷം. 5,000 BJP വോട്ടുകൾ സുധാകരന് ലഭിച്ചാൽ LDF 5,000 വോട്ടിന് ജയിക്കും. BJP വോട്ടുകൾ 20,000 കടന്നാൽ LDF ഭൂരിപക്ഷം 10,000-ന് മുകളിലെത്തുമെന്നും അദ്ദേഹം പറയുന്നു. BJPയും UDFും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു.